ഹലോ ഗായ്സ്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? ഇതെൻ്റെ ഉമ്മേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ദേ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ശർക്കര പാനിയാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച്, പിന്നെ ഇതേ ഒരു പാത്രത്തിൽ 1 കപ്പ് റവ, അതേ കപ്പിന് തന്നെ 1 കപ്പ് മൈദയും പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേ കറുത്ത എള്ള് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഒരു 4 ഏലക്കായ എടുത്ത് ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ കൂട്ടി മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ കൂടി ഇട്ട് വന്നപ്പോഴത്തേക്കും ഇതേ ശർക്കരപ്പാനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേ ചൂടോട് കൂടി തന്നെ ഞാൻ ഈ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഇതേ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം കട്ടിയുള്ളൊരു ബാറ്ററായിട്ടാണ് കേട്ടോ കലക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടി ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതേ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോഴത്തേക്കും ഇതേ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിലും നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ കുറേശ്ശായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുഴിക്ക് അനുസരിച്ചിട്ട് പാകത്തിന് മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നന്നായി പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം. ഇതേ ഒരു ഭാഗം ബ്രൗൺ കളറായപ്പോഴത്തേക്കും ഞാനിതേ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ 2 ഭാഗം ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതെല്ലാം എടുക്കാം. അപ്പോൾ ഈ ഉണ്ണിയപ്പം നമ്മൾ മാവ് കലക്കി വെക്കുകയോ ഒന്നും ചെയ്യേണ്ട. നമ്മൾ മാവ് കലക്കി അപ്പോൾ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഫസ്റ്റ് ട്രിപ്പ് ആയപ്പോൾ തന്നെ സൽമാൻ ടേസ്റ്റ് നോക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതേ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.